CBSE തായ്ക്കൊണ്ടോ മത്സരത്തിനിടെ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. തൃശൂർ സ്വദേശി ഫൈസ് അബ്ദുൾ ജലീലിനാണ് മഹാരാഷ്ട്രയിലെ ചന്ദ്പൂർ ജില്ലയിൽ വെച്ച് നടന്ന മത്സരത്തിനിടെ പരിക്കേറ്റത്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കുട്ടിയെ എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഡോണ, ഇക്കഴിഞ്ഞ 3-ാം തീയതി ആഗസ്റ്റ് 3-ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന CBSE സൗത്ത് സോൺ തായ്ക്കൊണ്ടോ മത്സരത്തിനിടെയാണ് ഈ തൃശൂർ സ്വദേശിയായ +2 വിദ്യാർത്ഥി ഫൈസ് അബ്ദുൾ ജലാലിന് ഗുരുതര പരിക്കേറ്റത്. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ആ ദൃശ്യത്തിൽ തന്നെ നമുക്കത് കാണാം. എതിർ മത്സരാർത്ഥി മാനദണ്ഡത്തിന് വിരുദ്ധമായി തലയ്ക്ക് കിക്ക് ചെയ്തതോടെ ഈ ഫൈസ് ബോധരഹിതനായി നിലത്ത് വീഴുകയായിരുന്നു. ഉടൻ തന്നെ മഹാരാഷ്ട്രയിലെ തന്നെ നാഗ്പൂരിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മത്സരത്തിന്റെ മാനദണ്ഡം ലംഘിച്ചതായി ബോധ്യമായിട്ടും റഫറി പോലും ഇടപെട്ടില്ല എന്നും ഈ ഫൈസിന്റെ കുടുംബം പരാതിയായി പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല CBSE ചെയർമാന് ഇത് സംബന്ധിച്ച ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നും ഫൈസിന്റെ പിതൃ സഹോദരൻ മുജീബ് അടക്കം പറയുകയുണ്ടായി. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഫൈസ് കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഫൈസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് പറയുന്നത്. പെരുമ്പിലാവ്, തൃശ്ശൂരിലെ പെരുമ്പിലാവ് അൻസാർ പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഫൈസ് അബ്ദുൾ ജലാൽ. ഈ ഫൈസിനെ ഇടിച്ചു വീഴ്ത്തുന്നതും കൊച്ചിയിൽ നിന്ന് തന്നെ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതുവരെ ആ എതിർ മത്സരാർത്ഥി അയാൾ ഇങ്ങനെ മാനദണ്ഡത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടും ആ സ്കൂൾ അധികൃതർ ആരും ഇടപെട്ടിട്ടില്ല എന്ന ആക്ഷേപവും കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് നിയമ നടപടി അടക്കം സ്വീകരിക്കുന്നതിനെ കുറിച്ചും ഫൈസിന്റെ കുടുംബം ആലോചിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ CBSE ചെയർമാന് പരാതി നൽകിയിരിക്കുകയാണ്. ഫൈസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് ആശുപത്രിയിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ശരി, ഉമേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.